ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അത്ര അടിപൊളിയെന്നൊന്നും പറയാനില്ല. 2-3 ദിവസമായിട്ട് നല്ല കോൾഡ്, ചുമ ഒക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഇന്നലെ എടുത്തിട്ട് ഇന്ന് പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു കേട്ടോ. ഇന്നത്തേക്കാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സൗണ്ടൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കിങ്ങനെ ചുമ വരും. സത്യത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ പറയുക, ബ്രീത്ത് ചെയ്യുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. അത് ശരിയായിട്ട് വരുന്നതുള്ളൂ, അതുകൊണ്ടാണ്. പക്ഷെ എന്നിരുന്നാലും ഈ വീഡിയോ പെട്ടെന്ന് ഇടണം എന്ന് തോന്നാനുള്ള കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡൗട്ടായിട്ട് ചോദിക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ എന്നാൽ അതൊരു വീഡിയോ ആയിട്ട് ഇടാം. ഞാനിങ്ങനെ റിപ്ലൈ ചെയ്യുന്നതിന് ഒരു പരിമിതി ഉണ്ട്. എനിക്ക് 1-2 സെൻറ്റൻസ് അയക്കുന്ന പോലെ അല്ലല്ലോ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് പറയുമ്പോൾ എനിക്ക് മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ അങ്ങനെ മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇതിനെ പ്രസൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വായിക്കാം, അതിനുള്ള റിപ്ലൈ തരാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഉള്ള ഡൗട്ട് ആണെങ്കിൽ അത് ക്ലിയർ ആയി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേട്ടോ. ഞാൻ തിങ്കളാഴ്ച വ്രതത്തിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കീഴെയാണ് ഈ കമൻസ് മുഴുവൻ വരുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. ഞാൻ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്ന ഒരാളാണ് കേട്ടോ. അപ്പം അല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് ഗ്രഹിച്ചിരിക്കുന്ന ഒരാളൊന്നല്ല. ഞാൻ എന്താണ് ചെയ്യുന്നത് അത് തെറ്റില്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ കാരണം ഞാനിത് നമ്മുടെ അമ്പലത്തിലുള്ള ഒരു നമ്പൂതിരിയോട് ചോദിച്ചിട്ട്, പൂജാരിയോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് കേട്ടോ. കല്യാണത്തിൻ്റെ മുന്നേ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണത്തിന് മുന്നേ 1-2 തവണ മാത്രമേ എടുത്തിട്ടുള്ളൂ. കല്യാണം തന്നെ ഒരു ഡൗട്ടായിരുന്നു, കഴിക്കണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഡൗട്ടും ഒരു കൺഫ്യൂഷൻ ഉള്ള സമയത്താണ് ഞാൻ കല്യാണം കഴിച്ചത്. കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ എനിക്കപ്പോൾ അങ്ങനെ തിങ്കളാഴ്ച വ്രതം എടുത്ത് നല്ല ഹസ്ബൻഡിനെ കിട്ടണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനായിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. അമ്മ എടുക്കുന്ന കൂട്ടത്തിൽ 1-2 പ്രാവശ്യം എനിക്ക്, അതായത് നമ്മൾ ഫസ്റ്റ് പീരീഡ്സ് ഒക്കെ ആയതിനു ശേഷം, അതായത് ഋതുമതി ആയതിനു ശേഷമാണല്ലോ ഈ തിങ്കളാഴ്ച വ്രതം എന്നൊക്കെ പറയുന്ന അതുപോലെയുള്ള വ്രതങ്ങൾ നമ്മൾ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അമ്മ ഇങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതൊന്നല്ല, പണ്ടാണ് കേട്ടോ. കല്യാണത്തിന്റെ ടൈമിലൊന്നല്ല, മുന്നേ എപ്പോഴും 1-2 പ്രാവശ്യം. അതുപോലെ തിരുവാതിര, കുളിച്ചു തൊഴ, ഇങ്ങനെയൊക്കെ ഇല്ല, അതൊക്കെ 1-2 പ്രാവശ്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ മന്ത്ലി അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം കല്യാണത്തിന് ശേഷം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഇന്ന് വരെ ചെയ്തിട്ട് എനിക്ക് ഒരു ദോഷവും വന്നിട്ടില്ല. ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് എനിക്ക് ഒരു ദോഷവും വന്നിട്ടില്ല. എനിക്ക് നല്ലത് മാത്രമേ ലൈഫിൽ ഈ ഒരു നിമിഷം വരെ എൻ്റെ കല്യാണത്തിന് ശേഷം നടന്നിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ ഒരു കാര്യം പറയുമ്പോഴേ നമ്മൾ കുറച്ച് പേടിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ലാത്തതൊക്കെ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് പോലെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു റെഫറൻസ് വേണം എന്നുള്ള കാരണം കൊണ്ട് ഞാൻ ചോദിച്ച ആളോട് തന്നെ റിപ്പീറ്റ് ഒരു പ്രാവശ്യം കൂടി ചോദിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്തത്. അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് പേര് അത് കണ്ടിട്ട് ഞാനും എടുക്കാൻ പോവാ ചേച്ചി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അതിലൊരു ഇൻസ്പിറേഷൻ വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടി, അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ അത് മറന്നു പോയിട്ടിരിക്കുന്നവർ, അയ്യോ അല്ലെങ്കിൽ എനിക്ക് ഉടുക്കായിരുന്നു എന്നുള്ള ഒരു തോന്നൽ, ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, എടുത്തെടുത്ത് എനിക്കിപ്പോൾ ഒരു പ്രാക്ടീസായി, ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു രീതി എനിക്ക് ഇത് ഒരു പ്രാക്ടീസായി മാറിയപ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സൂര്യഭഗവാനെ തൊഴുന്ന കാര്യം കൂടിയും തൊഴുക, അല്ലെങ്കിൽ വന്ദിക്കുക, പ്രാർത്ഥിക്കുക, സൂര്യഭഗവാനെ സൂര്യ നമസ്കാരം ചെയ്യുക. അത് 2 രീതിയിൽ, ഒന്ന് യോഗയിൽ ചെയ്യുന്ന സൂര്യ നമസ്കാരം ഉണ്ട്, 2 നമ്മൾ പ്രാർത്ഥന രീതിയിൽ ചെയ്യണതും ഉണ്ട്. അപ്പം അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ തിങ്കളാഴ്ച വ്രതം കഴിഞ്ഞിട്ട് എന്തൊക്കെ തോന്നുന്നു ഓണത്തിൻ്റെ എന്തോ വ്ളോഗ് എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോയിൽ ഞാൻ സൂര്യഭഗവാനെ രാവിലെ എണീറ്റ് തൊഴുന്ന രീതി, ഇപ്പം ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഭാഷാ ശൈലിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതെൻ്റെ സ്ഥലത്തെ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ അച്ചടി ഭാഷ സംസാരിക്കുന്ന ഒരാളല്ല. എൻ്റെ നാട് തൃശ്ശൂരാണ്. ഞാൻ ഈ ശരത്തേട്ടനോട് സംസാരിച്ചിട്ടാണ് കുറച്ചെങ്കിലും എൻ്റെ ഭാഷയിൽ ഒരു ചെറിയ ചേഞ്ച് വന്നിരിക്കുന്നത് കേട്ടോ. കുറച്ച് നമ്മൾ ബാംഗ്ലൂരാണ്, അതുപോലെ നാട്ടിൽ തൃശ്ശൂരാണ്. ശരത്തേട്ടൻ്റെ വീട് കോട്ടയത്താണ്. അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരോടാ, അവരുടെ ഒരു ശൈലി നമ്മളിലേക്ക് വരാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമ്മളത് പതുക്കെ നമുക്ക് സംഭവിക്കുന്ന മാറ്റമാണ്, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂരാണ്. അപ്പം തൃശ്ശൂർ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേ എൻ്റെ നാവിൽ വഴങ്ങുള്ളൂ. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ചില കാര്യങ്ങൾക്ക് വരും എന്നല്ലാണ്ട് എൻ്റെ ജന്മസ്ഥലം തൃശ്ശൂരല്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന അവിടുത്തെ ഭാഷയല്ലേ. അപ്പം അത് കാരണം കൊണ്ട് അവിടുത്തെ ശൈലിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ചിലർക്ക് തെറ്റായിരിക്കാം, ചിലർക്ക് ശരിയായിരിക്കാം, ചിലർക്ക് ഇതൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും നമ്മുടെ ഈ വീഡിയോ കണ്ടു പോകുന്ന കൂട്ടത്തിലുണ്ട്. ചിലര് അതിനെ എന്താ പറയുക, തിരുത്താൻ വരുന്നവരുണ്ട്. തിരുത്തൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ശരിയാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. എന്താ പറയുക, പറയുന്ന രീതി വേറെ ആയിരിക്കും പല സ്ഥലങ്ങളിലും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരു വേറെ സ്ഥലത്തു നിന്നുള്ള ആളാണ്, നിങ്ങളും വേറെ സ്ഥലത്തു നിന്നുള്ള ആളാണ്. അപ്പം നിങ്ങളുടെ അവിടെ സംസാരിക്കുന്ന രീതി ചിലപ്പം എനിക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ഭാഷ എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമാണെന്ന് മനസ്സിലാക്കുക. സംഭവം മനസ്സിലായോ ഇല്ലേ അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പം അത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാര്യം, കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരി കത്തിക്കുക എന്ന് പറയില്ല, തിരി തെളിയിക്കൂ അല്ലെങ്കിൽ തെളിയിക്കുക എന്നാണ് പറയുന്നതെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ തൃശ്ശൂർ, എൻ്റെ വീട്ടിൽ ഇപ്പം തൃശ്ശൂരത്തെ എല്ലാ വീട്ടിലും പോയിട്ട് ഇങ്ങനെ തന്നെയാണോ പറയാന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉറപ്പില്ല. എൻ്റെ ചുറ്റുപാടും അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ ഒക്കെ സംസാരിക്കുന്ന രീതിയാണ് ഞാനും സംസാരിക്കുന്നത്. അപ്പോൾ തിരി കത്തിക്കുക, ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ വിളക്ക് വയ്ക്കുന്ന, നമ്മുടെ അവിടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും വൈകിട്ടാണ് വിളക്ക് വയ്ക്കുന്നത്. അത് രാവിലെ എണീറ്റ് കുളിച്ച് വിളക്ക് വയ്ക്കുന്നവരൊക്കെ എൻ്റെ അറിവിൽ വളരെ കുറവാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ തിരി കത്തിക്കും, അതായത് പിന്നെയും കത്തിക്കാന്നാണ് ഞാൻ വരുന്നത്. രാവിലെ അച്ഛൻ കട തുറക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ അച്ഛന് ബിസിനസ്സാണ്. അപ്പം രാവിലെ അച്ഛനാണ് വിളക്ക് കൊളുത്തുന്നത് കേട്ടോ. അപ്പം ഇനി എനിക്ക് എന്തോ ഒരു വ്യത്യാസം തോന്നുന്നു. വിളക്ക് കൊളുത്തുക, തെളിയിക്കുക, തിരി തെളിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാനത് ആലോചിച്ചിട്ട് ഇതാണ് ആ വാക്ക് എന്ന് ആലോചിച്ചിട്ട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. വിളക്ക് കത്തിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ അവിടെ പറയാം. അല്ലെങ്കിൽ വിളക്ക് വെച്ചിട്ടില്ല, വിളക്ക് വെക്കണം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ എന്താ പറയാ, വിളക്ക് കൊളുത്താൻ സമയമായി, വിളക്ക് തിരി തെളിക്കാൻ സമയമായി, വിളക്ക് തെളിക്കാൻ സമയമായി, ഇങ്ങനെയൊന്നും നമ്മുടെ അവിടെ പറയില്ല കേട്ടോ. അപ്പം അത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ വീഡിയോ കാണുന്നവർക്ക്, അത്ര മലയാളം കുറച്ചെങ്കിലും അറിയുന്നവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണും. അപ്പം അത് കാരണം കൊണ്ട് ഇത് എൻ്റെ ഭാഗത്തെ ഒരു രീതിയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കൂ. കാര്യം എനിക്ക് മനസ്സിലായി. തിരി ഞാനും ആലോചിച്ചു, ശരിയാണല്ലോ, തിരി തെളിയിക്കുക. പിന്നെ അതിനകത്ത് പറഞ്ഞത് എന്താണെന്നറിയോ, ഇപ്പം ചന്ദനം ചാർത്തുക എന്ന് പറയണമെന്ന് പറഞ്ഞു ഭഗവാനെ. നോർമലി ഇപ്പം നമ്മുടെ അവിടെയൊക്കെ ചന്ദനം തൊട്ട് കൊടുക്കുക, ചന്ദനം തൊടുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. കളഭം എന്ന് പോലും പറയില്ല. കളഭം ചന്ദനവും രണ്ടും രണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആണ്, കളഭം വേറെ ചന്ദനം വേറെയാണ് കേട്ടോ. അപ്പം അതൊക്കെ കളഭം ചാർത്തുക, ഭഗവാന് കളഭം ചാർത്തുക, അങ്ങനെ സ്ഫുടമായിട്ടുള്ള രീതിയിൽ നമ്മുടെ അവിടെ സംസാരിക്കില്ല. ഞാൻ എത്ര അതിനെ ചെയ്യാൻ ശ്രമിച്ചാലും അത് ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ വളരെ ജെന്യുവിനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഞാൻ സംസാരിക്കുന്നതും വളരെ ജെന്യുവിനായിട്ടാണ് കേട്ടോ. അത് കാരണം കൊണ്ട് എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങളുടെ മുന്നേ വന്നിരുന്ന് ഭഗവാന് കളഭം ചാർത്തു എന്നൊന്നും പറയാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം അത് കാരണം കൊണ്ട് സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഭഗവാന് സാമി എന്ന് പറയും കേട്ടോ. പൂജാ റൂം എന്ന് പറയില്ല, സാമി റൂം എന്നാണ് എൻ്റെയൊക്കെ വീട്ടിൽ പറയുന്നത്. സാമി റൂമിൽ പൂജാ റൂമിൽ കയറി വിളക്ക് കത്തിക്കൂ എന്നൊന്നും കത്തിക്കൂ കണ്ടോ. ഞാൻ ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ് കേട്ടോ ഈ കത്തിക്കൂ എന്നുള്ള വാക്ക്. ഓക്കെ, സോറി. ആക്ച്വലി എന്താ പറയാ, വിളക്ക് തെളിയിക്കാം, വിളക്ക് കത്തിക്കുക എന്ന് പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവമേ,
എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്താണെങ്കിലും സംഭവം നമ്മുടെ ഒരു നാട്ടു ശൈലിയാണ് അത് എന്നുള്ളത് മനസ്സിലാക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെയും അത് റിപ്പീറ്റഡ് ആ കമൻസ് വരുമ്പോൾ എനിക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ തരണം എന്ന് തോന്നി. അല്ലാണ്ട് എല്ലാ കമൻറ്റിൻ്റെ അടിയിൽ പോയിരുന്നിട്ട് എനിക്ക് മനസ്സിലായി എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. എൻ്റെ ഒരു ഭാഷാ ശൈലിയാണ് അത്. അപ്പം നിങ്ങളത് ഇപ്പം നമ്മുടെ നാഗേച്ചി പറയുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം എന്ന് പറയില്ലേ, അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അത് മതി. അല്ലാതെ എനിക്കിപ്പോൾ അതിന് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ. എൻ്റെ രീതി അങ്ങനെയാണ്. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും തെറ്റും കുറ്റങ്ങളും എല്ലാ മനുഷ്യർക്കും ഈ അച്ചടി ഭാഷ സംസാരിക്കുന്ന ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഭർത്താവ് കോട്ടയത്താണ് വീട്. ഓക്കെ, അവിടെയാണ് ഈ അച്ചടി ഭാഷ എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്ന പല വേർഡ്സും എന്താ പറയുക, ഇപ്പൊ നമ്മുടെ അവിടെ ചോദിക്കില്ലേ എന്താ, എന്തോട്ടാ, എന്താ ഉണ്ടായേ, ഇതെന്താ എന്നൊക്കെ ചോദിക്കില്ലേ, അവരവിടെ അതിനെ എന്നാ എന്നാണ് പറയുന്നത്. എന്നതാ, എന്നാ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അച്ചടി ഭാഷയിലുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാര്യം മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. സംഭവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് പരസ്പരം മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇതിലെ ജെനുവിൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സംഭവം മനസ്സിലായോ? ഉണ്ട്, അത്ര മതി കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് എല്ലാ സ്ഥലത്തും ഉണ്ട് അവനവൻ്റെ രീതിയിൽ ശൈലി. ഒരു വീട്ടിൽ തന്നെ പല ശൈലിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പല വീടുകളിലും പല തരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒരു രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ജനിച്ചപ്പോൾ തൊട്ട് പിന്തുടരുന്ന ഒരു രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അത് അവരുടെ തെറ്റല്ല, മനസ്സിലായോ? അപ്പോൾ എന്താണെങ്കിലും മലയാളമാണല്ലോ, സംഭവം മനസ്സിലാവുന്നുണ്ടല്ലോ, അത്ര മതി കേട്ടോ. അപ്പം ഇത്രയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, എനിക്കറിയാം എന്താ പറയുക, ചിലതൊക്കെ പറയുന്ന രീതി തെറ്റായിരിക്കാം, പക്ഷെ ഞാനത് മനഃപൂർവ്വം പറയുന്നതല്ല. നമ്മുടെ അവിടെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. രാഖി എന്ന് പറയുന്ന ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് പകല് നമ്മൾ വിളക്ക്, ഡേയും നൈറ്റും നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഉള്ള എണ്ണ എന്ത് ചെയ്യും, എണ്ണ മാറ്റണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, രാവിലെ വിളക്ക് കത്തിച്ചാലും വൈകുന്നേരം വിളക്ക് കത്തിച്ചാലും നിങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന എണ്ണയും തിരിയും പിന്നെ രാവിലെ പൂക്കൾ നമ്മൾ പൂജാ റൂമിനകത്ത് വിളക്ക് കത്തിക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു പൂവോ ഒരു തുളസിയുടെ കതിരോ എന്തെങ്കിലും ഒന്ന് ഭഗവാന് വെച്ചു കൊടുത്ത് വിളക്ക് കത്തിക്കുക. പിന്നെ വരുന്നത് കണ്ടോ, വിളക്ക് തെളിയിക്കുന്നതാണ് നല്ലത്. നമ്മളാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഭഗവാന് ഇഷ്ടപ്പെടുന്ന രീതി എന്തായിരിക്കും? എന്നെ നല്ല ഭംഗിയിൽ അണിയിച്ചൊരുക്കും. ഇപ്പം നമ്മളാണെങ്കിലും പുറത്ത് പോവുക, അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് നമ്മൾ നോക്കുമ്പോൾ കുളിക്കാതെ നനയ്ക്കാതെ തലയൊന്നും കുളിക്കാതെ വൃത്തിയില്ലാതെ വെടുപ്പില്ലാതെ ഒരു നല്ല ഡ്രസ്സ് ഇടാതെയൊക്കെ നമ്മളെ മിററിൽ കാണുന്നതും നല്ല വൃത്തിയിലിരുന്ന, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി കുളിച്ച് തലയിൽ കുറച്ച് പൂവൊക്കെ വെച്ച് കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മാലയും പാളയൊക്കെ ഇട്ട് കാണുന്നതായിരിക്കും ഭംഗി. കുളിക്കാതെ ഒരു വൃത്തിയില്ലാതെ നിൽക്കുന്നതായിരിക്കും കാണാൻ ഭംഗി ഉണ്ടാവുക. നമുക്ക് സ്വയം കാണാൻ എങ്ങനെയായിരിക്കും ഇഷ്ടമുണ്ടാവുക? എല്ലാവർക്കും നല്ല ഭംഗിയിലിരിക്കുന്നതായിരിക്കും ഇഷ്ടം ഉണ്ടാവുന്നത്. അതേപോലെ തന്നെയാണ് ഭഗവാനെ എത്ര ഭംഗിയിലിരുത്തുന്നോ അത്രയും സന്തോഷമായിരിക്കും. അത്രയും എൻ്റെ ഭക്ത അല്ലെങ്കിൽ എന്നെ ഭക്തിപൂർവം എന്നോട് പ്രാർത്ഥനകൾ നടത്തുന്ന ഒരാൾ എന്നെ എന്തും നന്നായിട്ടാണ് കെയർ ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ ഭഗവാനും ഉണ്ടായിരിക്കും. വിശ്വാസമുള്ളവരുടെ അടുത്ത് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഒരു പൂവെങ്കിലും നമ്മൾ വെക്കണം. ഓക്കെ, നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ നമുക്ക് ഒരു ചെറിയ പൂവെങ്കിലും കിട്ടും. അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, 10-20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം ലാവിഷായിട്ട് ഉപയോഗിക്കാനുള്ള അത്രയും പൂക്കൾ നമുക്ക് കിട്ടും. എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ പൈസ ചിലവാക്കുന്നു. അപ്പോൾ കുറച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണതിൽ തെറ്റില്ലെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ചെടിയൊക്കെ വെക്കണം കേട്ടോ. നമ്മളും കുറച്ച് പൂവൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൂക്കൾ ഭഗവാന് വെച്ചു കൊടുക്കാം. ഇന്ന പൂ വയ്ക്കാൻ പാടില്ല, ഇന്ന പൂ വെച്ചോണം എന്നൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ചില പൂക്കൾ വയ്ക്കാൻ പാടില്ല എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരുവിധപ്പെട്ട പൂക്കളൊക്കെ നമുക്ക് ഭഗവാന് സമർപ്പിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ ചെമ്പരത്തി, റോസ്, മുല്ലപ്പൂവ്, ഇത് കോമൺ ആയിട്ട് കാണുന്ന പൂക്കളൊക്കെ നമുക്ക്
വെക്കാം. ശംഖുപുഷ്പം ഇതൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. തുളസിയുടെ കതിരുകൾ, തുളസി പൊട്ടിച്ചിട്ട് അത് നമുക്ക് വെക്കാം. ചെമ്പകം, അങ്ങനെ തുടങ്ങിയ സാധാരണ നമ്മുടെ നമ്പ്യാർ വട്ടം ഇതൊക്കെ തെറ്റി എന്നാണോ, ചെത്തിപ്പൂവ്, നമ്മുടെ അവിടെ ചെത്തി എന്നാണ് പറയുന്നത്, തെച്ചിപ്പൂന്നും പറയും കേട്ടോ ചില സ്ഥലങ്ങളിൽ, എനിക്കറിയില്ല, നമ്മുടെ അവിടെ ചെത്തി എന്നാണ് പറയുന്നത്. ആ പൂവ് വയ്ക്കും. ഇതെല്ലാം നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക, പൂവിനകത്ത് മീൻസ് പ്രസാദത്തിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ തന്നെ ഒരു 10 ചെടി വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് അന്നേക്കുള്ള പൂജയ്ക്കുള്ള അല്ലെങ്കിൽ വിളക്ക് വെക്കാനുള്ള പൂക്കൾ നമുക്ക് തന്നെ കിട്ടും. അപ്പൊ അങ്ങനെ ഭഗവാനെ പൂക്കൾ സമർപ്പിച്ചിട്ട് വിളക്ക് കൊളുത്തുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തേ പറഞ്ഞു വന്നത്, നിങ്ങൾ എണ്ണ യൂസ് ചെയ്യുന്ന കാര്യം. അതായത് രാവിലെ വിളക്ക് വെച്ചാലും വൈകുന്നേരം വിളക്ക് വെച്ചാലും എണ്ണയും തിരിയും പൂവും മാറ്റിയിരിക്കണം. എൻ്റെ അറിവ് പ്രകാരം മാറ്റിയിരിക്കണം. ഒരിക്കൽ യൂസ് ചെയ്തത് പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ചെയ്യാൻ പാടില്ല. അതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെയുണ്ടല്ലോ, ഞാൻ കുറേ വീഡിയോസ് കാണായിരുന്നു പണ്ട്. ഈ യൂട്യൂബൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പം ഞാനിങ്ങനെ കുറേ വീഡിയോസ് കാണും. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, എനിക്ക് പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, സമാധാനം, പീസ്ഫുൾ ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാണുമായിരുന്നു. അങ്ങനെ എവിടെയോ കണ്ടും കേട്ടും മറന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രവൃത്തികളിൽ നിങ്ങൾ കാണുന്നത്. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? അതായത് ഞാൻ എവിടെയൊക്കെ വായിച്ചും കേട്ടോ ഒക്കെ അറിവുള്ള കാര്യങ്ങളാണ് ഞാൻ ഡെയിലി ബേസിസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള എൻ്റെ ഒരു അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ചെയ്യാനായിട്ട് പാടില്ല. അപ്പം നിങ്ങൾ കളയാനുള്ള അത്രയും എണ്ണ ഇതിനകത്ത് കോരി നിറച്ച്, അതായത് നമ്മളിപ്പോൾ ഞാൻ 5 തിരിയിട്ടിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. ഞാൻ പണ്ട് 2 തിരിയാണ് ഇട്ട് കത്തിച്ചിരുന്നത്. പിന്നീട് ഞാൻ അറിഞ്ഞു 2 തിരിയിട്ട് കത്തിക്കുമ്പോൾ, അതായത് കിഴക്കും പടിഞ്ഞാറുമാണ് നമ്മൾ തിരിയിട്ട് തെളിയിച്ച് കത്തിക്കുന്നത്. വഴക്കും വീട്ടിൽ ഇങ്ങനെ അസ്വസ്ഥത, വഴക്കൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ എന്തുമാത്രം സത്യമുണ്ട് എന്നുള്ളത്. 1 തിരിയിട്ട് കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ 5 തിരിയിട്ട് കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 5 തിരിയിട്ട് കത്തിച്ചാൽ ഏറ്റവും നല്ലതെന്ന് അറിഞ്ഞ കാരണം കൊണ്ട് ഞാൻ 5 തിരിയിട്ട് കത്തിക്കാൻ തുടങ്ങി. അത് തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. ഓക്കെ, കത്തിക്കുക എന്ന് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്ക്. വിളക്ക് കൊളുത്തുന്നത് ഓക്കെ, അത് ഫ്രൈഡേ ദിവസങ്ങളിൽ നെയ്യ് വിളക്ക് കത്തിക്കും, നെയ്യ് വിളക്ക് തെളിയിക്കും. അത് ഭയങ്കര നല്ലതാണ് കേട്ടോ, നമ്മുടെ വീടിനും എല്ലാ ഐശ്വര്യങ്ങൾക്കും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ നെയ്യ് വിളക്ക് തെളിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത്, ഈ എണ്ണ ഉപയോഗിക്കുന്നതേ നമ്മൾ കുറേ നിറച്ചൊഴിച്ചിട്ട് തുളുമ്പി പുറത്തു പോകുന്നതും ദോഷമാണ്. ഈ വിളക്കിന് ചുറ്റും എണ്ണ കിടക്കുന്നത് ദോഷമാണ്. വിളക്കിൻ്റെ തിരിയിൽ നിന്ന് എണ്ണ ഇങ്ങനെ വാർന്ന് നിലത്തേക്ക് ഒഴുകി പോകുന്നതും ചെയ്യാനായിട്ട് പാടില്ല. അതിനുള്ള അവസരം ഉണ്ടാക്കണം. നിങ്ങൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരി തെളിയിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എണ്ണ തീർന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അത് വിളക്ക് തെളിയിക്കാനുള്ള എണ്ണ തന്നെ വാങ്ങിച്ചോളാം, നല്ലെണ്ണ. ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ, എന്ത് എണ്ണയോ യൂസ് ചെയ്യുന്നത്. വിളക്കെണ്ണ, നല്ലെണ്ണ ഉണ്ടല്ലോ, അതാണ് ഞാൻ വിളക്ക് കൊളുത്താനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പറഞ്ഞല്ലോ, ഫ്രൈഡേ ദിവസങ്ങളിൽ നെയ്യ് വിളക്ക് തെളിയിക്കാറുണ്ട്, അതും ചെയ്യാറുണ്ട് കേട്ടോ. ഫ്രൈഡേയും ട്യൂസ്ഡേയും നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന തിരി ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പണ്ടത്തെ ഈ വെള്ളമുണ്ടി എന്നൊക്കെ തിരി തെറുത്ത് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടെൻ്റെ വീട്ടിൽ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, കാരണം ഇവിടെ അങ്ങനത്തെ മുണ്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തിരി വാങ്ങിച്ചിട്ട് ഞാൻ തിരി നല്ല നീളം ഉണ്ടായിരിക്കും, അതിന് ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ വിളക്ക് അത്രയും വലുതൊന്നല്ല, നിലവിളക്ക് വലുതല്ല, എൻ്റെ ചെറിയ വിളക്കാണ്. നമ്മളെ പൂജ റൂം ചെറുതല്ലേ, അപ്പം അതിനകത്ത് കൊള്ളുന്ന ഒരു വിളക്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ട് അതിനകത്ത് വെക്കുന്ന തിരി ഞാൻ ഹാഫായി കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ തിരി, എണ്ണ, പഴയ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ള പൂവ്, ഇതൊക്കെ ഞാൻ നമ്മുടെ ഈ ചെടിച്ചട്ടി ഇല്ലേ, ഒന്നല്ലെങ്കിൽ ചെടിച്ചട്ടി ഒരെണ്ണം വാങ്ങിക്കും. ഒരു 50 രൂപയുടെ താഴെ ഒരു ചെടിച്ചട്ടിക്ക് ആവുള്ളൂ. ചെറിയൊരു ചെടിച്ചട്ടിക്ക് ഒരു 30 രൂപയ്ക്ക് ആവുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു
പ്ലാസ്റ്റിക് അല്ല കേട്ടോ, അല്ലാത്തത് സിമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മീൻചട്ടിയൊക്കെ വാങ്ങിക്കില്ലേ മണ്ണിൻ്റെ, അങ്ങനത്തെ ചട്ടിയോ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ചട്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് ഇട്ട് വെക്കുക. ഇട്ട് വെച്ചത് കുറേ ആവുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അതിൽ തന്നെ തീയെ കൊളുത്തിണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് കത്തി എരിഞ്ഞു പൊക്കോളും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച എണ്ണ, തിരി, പഴയ പൂക്കൾ, ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്ത് സാധനം കളയാനുള്ള അത്രയും ഉപയോഗിക്കാണ്ടിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കേട്ടോ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നിറയെ എണ്ണ ഒഴിച്ച് ഇങ്ങനെ തീ ആളി കത്തിക്കാനൊന്നും പാടില്ല. തിരി കുറച്ച് താഴ്ത്തി വെച്ചിട്ടാണ് തെളിയിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. കാരണം അത് അങ്ങനെയാണ്. ആളി കത്താനായിട്ട് പാടില്ല. ആളി കത്തുന്ന തീ നമ്മൾ കാണാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ ആളി കത്തരുത്. നന്നായിട്ട് കത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ എണ്ണയും അതിനകത്ത് ഒഴിച്ച് വെക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 6 മണിക്കല്ല നമ്മൾ വിളക്ക് തെളിയിക്കേണ്ടത്. 6 മണി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ തെളിയിച്ചാൽ മതി. പിന്നെ 7 മണിക്ക് മുന്നേ ആയിട്ട് ഞാനത് അണയ്ക്കാറുമുണ്ട് കേട്ടോ. തിരി എന്താ പറയുക, വിളക്ക് കെടുത്തുക അല്ലെങ്കിൽ അണയ്ക്കുക, വിളക്ക് തിരി താഴ്ത്തുക എന്നൊക്കെ പറയും. ഓക്കെ, പല സ്ഥലങ്ങളിൽ പലതാണ് പറയും. ഇപ്പം എനിക്ക് സംസാരിക്കാൻ പേടിയായി തുടങ്ങി. ദൈവമേ, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. നമ്മൾ വിളക്ക് അണയ്ക്കുന്ന സമയം 7 മണിക്ക് മുന്നേ ആയിട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും സമയം മാത്രമേ ഞാനത് തെളിയിച്ച് വെക്കാറുള്ളൂ. പിന്നെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നോക്കിയിരിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം തിരി താഴ്ത്തി അണയ്ക്കാവുന്നതാണ് കേട്ടോ. അല്ലാതെ അത് കത്തിച്ച് വെച്ചിട്ട് കരിന്തിരി കത്തിക്കാനായിട്ട് പാടില്ല. അതാണ് ഏറ്റവും ദോഷമുള്ള കാര്യം. വിളക്ക് തെളിയിച്ച് എന്താ പറയുക, അത് നോക്കി ഇരുന്ന് അണയുന്നതും നമ്മളത് ശ്രദ്ധിക്കാണ്ട് പോയിട്ട് അത് കരിന്തിരി കത്തി അണയുന്നതും രണ്ടിൻ്റെയും ഫലം എന്താ പറയുക, വിപരീത ഫലമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മളായിട്ടത് തിരി താഴ്ത്തുമ്പോഴത്തേക്കും നമുക്കതിന് ദോഷമൊന്നും വരില്ല. നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മളത് ചെയ്തു. കരിന്തിരി കത്തുക എന്ന് പറയുന്ന വീടിനും ദോഷമാണ്, നമുക്ക് മൊത്തത്തിലും നല്ലതല്ല കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ എണ്ണ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ബെസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ചവിട്ടാത്ത ഒരിടത്ത് നമുക്ക് വെക്കാം. നമുക്ക് വേണമെങ്കിൽ അതിനൊരു സ്പേസ് ഒക്കെ ഉള്ള വീടൊക്കെ. ഇപ്പം ഇവിടെ ഇതൊന്നും നടക്കില്ല. നമുക്ക് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റും കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തോ അല്ലെങ്കിൽ നമ്മൾ ചവിട്ടാത്ത എവിടെയെങ്കിലും നമുക്ക് ഈ പൂവും ഇതൊക്കെ കൊണ്ടിട്ടിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് കത്തിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴി എടുത്തിട്ട് അതിലിട്ടിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കത്തിക്കാം. അതിൽ എണ്ണയുള്ള കാരണം കൊണ്ട് അത് കത്തിപ്പോയിക്കോളും ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ പൂക്കളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നമ്മൾ കത്തിച്ച്, ഈവൻ നമ്മളത് കത്തിച്ച് കളഞ്ഞില്ലെങ്കിലും കൂടി, കത്തിക്കുക എന്ന് പറയുന്നത് എരിക്കുക, തീയിടുക എന്നൊക്കെ പറയില്ലേ, ഇത് ചെയ്തില്ലെങ്കിലും കൂടി അത് മണ്ണിലങ്ങ് ജൈവം, അതായത് പൂക്കളും തുണിയല്ലേ, അതൊക്കെ ദ്രവിച്ചു പോകുന്ന സാധനങ്ങളാണ് നമ്മളവിടെ ഇടുന്നത്. ചവിട്ടി കൂട്ടുന്ന ഒരിടം അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന ഒരിടം. ഇപ്പം നമ്മൾ ഇറച്ചി, മത്സ്യം, മാംസം കണ്ട വേസ്റ്റുകളും ഡയപ്പറും അല്ലെങ്കിൽ നമ്മുടെ എന്ത് സാധനങ്ങളൊക്കെ വേസ്റ്റായിട്ട് ഇടുന്ന സ്ഥലത്ത് ഈ സാധനം കൊണ്ടിടാണ്ടിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അതാണ് നമുക്ക് ദോഷമായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ വിരോധമില്ല. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് നടക്കണ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഞാൻ പറയുന്ന ഏറ്റവും ബെറ്റർ മാർഗം, നമ്മളൊരു ചട്ടി വാങ്ങിക്കുക, ചട്ടിയിൽ ഇട്ട് വയ്ക്കുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് നമ്മളങ്ങ് എരിയിച്ച് കളയുക, ചട്ടിയിലിട്ട് എരിയിച്ച് കളയുക. അത് നമുക്ക് പറ്റും അല്ലേ. അല്ലാതെ ഉള്ള വേസ്റ്റിലും അവിടെ ഇവിടെ ഇടലോ എല്ലാത്തിനും കൂട്ടത്തിൽ കൂടെ കൊണ്ടിടുക, ഇതൊക്കെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടും സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിടാം. ചവിട്ടാത്തൊരിടത്ത് ഇട്ടിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങ് ദ്രവിച്ച് പോയിക്കോളൂ, അല്ലെങ്കിൽ ഇതേപോലെ എരിച്ച് കളയാം. ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തോളാം. ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാട്ടോ, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ അമ്പലത്തിൽ നിന്നുള്ള തീർത്ഥം കഴിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാനായിട്ട് പാടില്ല കേട്ടോ. നമ്മൾ വ്രതം എടുക്കുമ്പോൾ അമ്പലത്തിൽ നിന്നുള്ള തീർത്ഥം കഴിക്കുന്നത്, സേവിക്കുന്നത് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ ഈ വ്രതം അവസാനിക്കില്ലേ, അപ്പോൾ അത് ട്യൂസ്ഡേയാണ് അവസാനിക്കുക. അപ്പോൾ അന്ന് പറ്റുന്നവരാണെങ്കിൽ അന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു തീർത്ഥം വാങ്ങിച്ചു കുടിച്ച് നമുക്ക് ഈ വ്രതം അവസാനിപ്പിക്കാം. വീട്ടിൽ അവസാനിപ്പിക്കുന്നവർ ആണെങ്കിലും ഒരു കുറച്ച് വെള്ളം കുടിച്ച് അവസാനിപ്പിക്കുന്ന രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ
തുടരുന്നത് ആ ഒരു രീതിയാണ്. അപ്പോൾ തീർത്ഥം നമ്മൾ അന്ന് സേവിക്കാനായിട്ട് പാടില്ല. പിന്നെ കളഭം തൊടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കളഭം, ചന്ദനം, ഇതൊന്നും, കുങ്കുമം നമുക്ക് നെറ്റിയിൽ തൊടാം, സിന്ദൂരം ഇടാം. അതല്ലാതെ നെറ്റിയിൽ കഴുത്തിലൊന്നും നമുക്ക് തൊടാനായിട്ട് പാടില്ല. നമ്മൾ അതിന് പകരം ഭസ്മമാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൺഡേ വൈകുന്നേരം വിളക്ക് തെളിക്കുന്ന സമയം തൊട്ട് ട്യൂസ്ഡേ രാവിലെ ഇത് അവസാനിക്കുന്ന സമയം വരയ്ക്കും ഞാൻ ഭസ്മമാണ് തൊടുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കളഭം, ചന്ദനം ഒന്നും നമ്മൾ ചാർത്താനായിട്ട് പാടില്ല. അതിന്റെ ബിഹൈൻഡ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞു തരുന്നത്. പിന്നെ ശിവനെ ആണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശിവൻ എപ്പോഴും നമ്മൾ ഭസ്മം തൊടുന്നതാണ് ഇഷ്ടം. ചന്ദനവും ഇതൊക്കെ നമ്മൾ തൊടുന്നതല്ല, ഭസ്മമാണ് ശിവന്റെ. ഇപ്പൊ ശിവന്റെ അമ്പലത്തിൽ നിന്ന് മിക്കപ്പോഴും നമുക്ക് ഭസ്മം കൂടെ കിട്ടും. അപ്പൊ ശിവൻ അതാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭസ്മം തൊടണം എന്ന് പറയുന്നത് കേട്ടോ. ഇരുന്നിട്ട് വിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഇരുന്നുകൊണ്ട് വിളക്ക് കൊളുത്തുന്നത്. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ നിന്നിട്ടാണ് വിളക്ക് കൊളുത്തുന്നത് കേട്ടോ. അത് ഞാൻ വീഡിയോ ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടല്ലോ സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ. എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ട്രൈപോഡ് അതിൻ്റെ ഒരു തിരി ഇങ്ങനെ ലൂസായിട്ടേ അതിങ്ങനെ ഇങ്ങനെ ആക്കാനായിട്ട് പറ്റില്ല. എങ്ങനെയെങ്കിലും ഇങ്ങനെ നിർത്തിയാൽ അങ്ങനെ തന്നെ അത് നിൽക്കുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ നിന്ന് തിരി തെളിക്കണതൊക്കെ കാണിക്കാത്തത്. എന്നെ കൊണ്ട് അത് പറ്റില്ല ഇപ്പം. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്ത് വെച്ചിട്ട്, പിന്നെ എനിക്ക് ഇത് വീഡിയോ എടുത്ത് തരാനൊന്നും ഇവിടെ ആരുമില്ല, ഞാൻ സ്വയമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ നിന്നിട്ട് തിരി തെളിയിക്കുന്നത് കാണിക്കാത്തത് കേട്ടോ. എനിക്കറിയാം നിന്നിട്ടാണ് തിരി തെളിയിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. പിന്നെ നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ അല്ല ഉപയോഗിക്കുക, വിളക്കെണ്ണ എന്ന് പറഞ്ഞിട്ട് നല്ലെണ്ണ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ വിളക്കെണ്ണ എന്ന പേരിൽ നമുക്ക് എണ്ണ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിച്ച് കത്തിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിളക്കിന്റെ കളർ ചേഞ്ച് ആവാനും നമ്മളുടെ പൂജാ റൂമിന്റെ കളർ ചേഞ്ച് ആവാനൊക്കെ അതൊരു റീസൺ ആണ്, നല്ല എണ്ണ യൂസ് ചെയ്തില്ലെങ്കിൽ കേട്ടോ. അപ്പൊ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ രമ്യ മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അല്ല ഫുഡ് കഴിക്കേണ്ടത്, ഈവനിങ്, അതായത് രാത്രി അമ്പലത്തിൽ നിന്നുള്ള അതായത് അത്താഴ പൂജ കഴിഞ്ഞിട്ടുള്ള ചോറ് അല്ലെങ്കിൽ വീട്ടിലെ ചോറാ കഴിക്കേണ്ടതെന്നാണ് ആ കുട്ടി പറഞ്ഞത്. എൻ്റെ ഒരു അറിവ് പ്രകാരം നമ്മൾ ഒരിക്കലൂണാണ് വ്രതം സമയത്ത് നമ്മൾ കഴിക്കുന്നത്. ഒരിക്കലൂണെന്ന് പറഞ്ഞാൽ ഒരു നേരം ആഹാരം, അതായത് ഒരു നേരം ഊണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലഞ്ചിനെയാണ് എപ്പോഴും ഊണ് എന്നുള്ള പേരിൽ എന്താ പറയാ, നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കലൂണ് കഴിക്കുന്നവർ അന്നത്തെ ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ട്. പല രീതിയിലാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് അന്നത്തെ ദിവസം മുഴുവൻ കഴിക്കാത്ത ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മിക്കപ്പോഴും അന്നത്തെ ദിവസം അധികം ആഹാരമൊന്നും കഴിക്കാറില്ല. കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ഒരു അല്പം മാത്രം കഴിക്കുള്ളൂ. അത് ഞാൻ ചിലപ്പോൾ വല്ല ഫ്രൂട്ട്സോ പാലോ, നമ്മൾ രാവിലെ നേതിയായിട്ട് വെക്കുന്ന പാലോ, അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്മൂത്തി പോലെ എന്തെങ്കിലും ഒരു പഴമൊക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ആപ്പിളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു സ്മൂത്തി പോലെ എന്തെങ്കിലും കുടിക്കേ, ഓട്സ് പോലെ അങ്ങനെ എന്തെങ്കിലും കഴിക്കേ ഒക്കെ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ വാരി വലിച്ച് ചോറുണ്ണാനൊന്നും എനിക്കന്ന് തോന്നൂല്ല. എനിക്ക് അങ്ങനെ വിശപ്പും വരില്ല. ഞാൻ നന്നായിട്ട് വിശക്കുന്ന ഒരാളാണ്, എനിക്ക് ഭക്ഷണം ഒഴിവാക്കാനേ പറ്റില്ല. പക്ഷെ ഇങ്ങനെ വ്രതം എടുക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു വിശപ്പ് ഫീൽ ചെയ്യാറില്ല. അത് എന്ത് മാജിക് ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ വിശപ്പേ വരില്ല കേട്ടോ അന്നത്തെ ദിവസം. പിന്നെ എന്ത് സാധനവും ഞാൻ വാരി വലിച്ച് കഴിക്കുന്ന ഒരാളും അല്ല. വളരെ മിതമായിട്ട രീതിയിലാണ് ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളത്. ഓവറായിട്ട് ഞാൻ ഒരു സാധനവും കഴിക്കാറില്ല എന്ന് കരുതി ഒരു സാധനം ഒഴിവാക്കാറുമില്ല. എല്ലാം കഴിക്കും, പക്ഷെ അതിൻ്റെ അളവ് ക്വാണ്ടിറ്റി കുറച്ചാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അത് കാരണം കൊണ്ട് വ്രതം എടുക്കുന്ന ദിവസങ്ങളിൽ ഒരു നേരം ആഹാരം കഴിക്കണം. ഒരിക്കലൂണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഉച്ചയ്ക്ക് നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പടച്ചോറ് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ശുദ്ധമായിട്ട് വെച്ചിട്ടുള്ള വൃത്തിയിൽ വെച്ചിട്ടുള്ള അന്നത്തെ ദിവസം പഴയ ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പൊ അന്ന് വെച്ചിട്ടുള്ള ആഹാരം നമുക്ക് കഴിക്കാം. നോൺ വെജ് കഴിക്കാനായിട്ട് പാടില്ല. അപ്പൊ അത് എടുത്ത് പറയട്ടെ, നോൺ വെജ് അപ്പാടെ ഒഴിവാക്കണം കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൺഡേ ഉച്ചയ്ക്ക് നോൺ വെജ് കഴിക്കാമോ എന്ന്. തലേ ദിവസം നമ്മൾ നോൺ വെജ് കഴിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ആക്ച്വലി തിങ്കളാഴ്ച വ്രതം സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേ നൈറ്റ് തൊട്ടാണ്. ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും. അപ്പൊ രാത്രി തൊട്ടേ നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ, നമ്മൾ ആ ഒരു വ്രതം എടുക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ.
അപ്പോൾ സൺഡേ ഉച്ചയ്ക്കൊക്കെ നോൺ വെജ് ഒക്കെ തട്ടിവിട്ട് ആലസ്യത്തിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് സമയം നോൺ വെജ് പ്രത്യേകിച്ച് ദഹിക്കണമെങ്കിൽ ഒരു 10-24 മണിക്കൂർ, ഒരു പകുതി ദിവസമെങ്കിലും കൂടുതൽ നമുക്ക് വേണം നോൺ വെജ് ഒക്കെ ദഹിച്ച് കിട്ടണമെങ്കിൽ. വെജിറ്റബിൾസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് ദഹിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ നോൺ വെജ് ദഹിക്കില്ല. അപ്പൊ എങ്ങനെ പോയാലും അത് നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. അപ്പൊ സൺഡേ പറ്റുമെങ്കിൽ നോൺ വെജ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ സൺഡേ ദിവസങ്ങളിലായിരിക്കും, ഞാൻ ഇപ്പോൾ വ്രതം എടുക്കുകയാണെങ്കിൽ സൺഡേ ദിവസങ്ങളിലായിരിക്കും ഞാൻ എൻ്റെ പൂജാ റൂം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ പൂജാ റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലീനിങ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ നോൺ വെജ് ഒഴിവാക്കാറുണ്ട്. ഓക്കെ, അല്ലാത്ത ദിവസങ്ങളൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഞാൻ ശ്രദ്ധിക്കും. അപ്പം ഞാൻ തലേ ദിവസം നോൺ വെജ് ഒഴിവാക്കും. അപ്പം അതുകൊണ്ട് ഞാൻ സൺഡേ ദിവസം നോൺ വെജ് കഴിക്കാറില്ല. മൺഡേ പ്രത്യേകിച്ച് വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒഴിവാക്കും. നമ്മളത് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. സൺഡേ രാത്രി തൊട്ട് നമ്മൾ ചോറിരുന്നില്ല, ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത്. ഫ്രൂട്ട്സ് എന്തെങ്കിലും ലൈറ്റ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്, ഹെവി ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അന്നത്തെ ദിവസം ഒഴിവാക്കില്ല. 1-2 ദിവസത്തെ കാര്യമല്ലേ, നോൺ വെജ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. നൈറ്റ് ഒട്ടും കഴിക്കരുത് കേട്ടോ സൺഡേ. ലൈറ്റ് ഫുഡ് എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും സ്മൂത്തിയോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് കിടക്കുക. രാവിലെ നമുക്ക് നേരത്തെ എണീക്കണം, പുലർച്ചെയൊക്കെ എണീറ്റിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ എപ്പോഴും അത്താഴത്തിന് എന്താ പറയുക, കുറച്ച് വളരെ ലൈറ്റായിട്ട് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് കേട്ടോ. നോൺ വെജ് ഒഴിവാക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ ഒഴിവാക്കിയേക്കാം, മൺഡേയും ഒഴിവാക്കാം. ട്യൂസ്ഡേ തൊട്ട് നിങ്ങൾ കഴിച്ചു കുഴപ്പമില്ല. ട്യൂസ്ഡേ വ്രതം അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കണോണ്ട് വിരോധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ സൺഡേ മൺഡേയും കഴിക്കാണ്ടിരുന്നാൽ അത്രയും നല്ലത്. മൺഡേ ഒട്ടും കഴിക്കരുതോ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി മാക്സിമം അത് വൃത്തിക്ക് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അത് ഗുണത്തേക്കാളേറെ ദോഷം നമുക്ക് വരുത്തുള്ളൂ. അപ്പം നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ. അതിന് മെനക്കെടാൻ നിൽക്കരുത്. മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 2 മനസ്സായിട്ട് 2 വള്ളത്തിൽ കാലിട്ട് നിന്നാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും എത്താൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അത് 2 ദിശയിലേക്ക് പോയാൽ നമ്മൾ വെള്ളത്തിൽ വീഴും. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ മാനസികമായിട്ട് തയ്യാറാണ്, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്കിത് കംപ്ലീറ്റ് 100% നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളെ അർപ്പിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ ഇതിനൊരു ഫലം നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണം വേണ്ട ആരെങ്കിലും കാണിക്കാൻ വേണ്ടി, ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ല നമ്മൾ ഇതൊന്നും ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ വ്രതം എടുക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈവൻ നമ്മളൊരു വിളക്ക് തിരി തെളിക്കുന്നത് പോലും നമുക്ക് മാനസികമായിട്ട് അതിനെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് തെളിയിക്കുന്നതിൽ അർത്ഥമുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്തിട്ട് നമുക്ക് ഒരു ഫലവും കിട്ടാൻ പോണില്ല. അപ്പം അത് കാരണം കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഡെയിലി ബേസിസിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മതി. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾ ജെനുവിൻ ആണ് ഈ കാര്യത്തിനോട്, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും പരിപൂർണമായിട്ടും നിങ്ങളുടെ മനസ്സ് തയ്യാറാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. വൃത്തിയിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, വൃത്തിക്ക് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീറ്റ്നെസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള, അല്ലെങ്കിൽ പൂർത്തീകരിക്കാം, ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും ഭവിക്കുക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാണ്ടിരിക്കുക. അറിയാതെ സംഭവിക്കുന്ന പാകപ്പിഴകളൊക്കെ ഭഗവാൻ ക്ഷമിച്ചോളും, പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യരുത് കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വ്രതം എടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യാറുണ്ട്. അതിപ്പോൾ അവർക്ക് എക്സാമിൻ്റെ ടൈം, പിന്നെ അല്ല 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എടുക്കുന്ന സമയത്ത് ചെയ്യാം കേട്ടോ. അതിപ്പോൾ ആഴ്ചയിൽ അങ്ങനെയൊന്നല്ല ഞാൻ എടുക്കാറുള്ളത്. അതിനൊരു സമയമൊക്കെ ഉണ്ട്, എൻ്റേതായിട്ടുള്ള ഒരു രീതി ഉണ്ട്. അപ്പം അത് ഇതിൻ്റെ ഇടയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ഞാൻ ചെയ്യാം. അത് ഞാൻ ഇനി എടുക്കുന്ന സമയത്ത് ചെയ്യും. ഇപ്പം ഇനിയിപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ വരല്ലേ, ഇപ്പം ഇന്ന് ഞാൻ ഇനി അത് ചെയ്യാനൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ പോവും. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് സമയമൊന്നും കിട്ടില്ല. ഞാൻ പോയൊക്കെ വന്നിട്ട് ഇനിയിപ്പം മണ്ഡലകാലമൊക്കെ അല്ലേ, അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഒരു ദിവസം ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതിനായിട്ട് തയ്യാറായിട്ട് വീഡിയോ എടുക്കാനൊക്കെ
ശ്രമിക്കണമല്ലോ. അപ്പോൾ വെറുതെ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് എപ്പോഴും കാണുന്നതായിരിക്കും കൂടുതൽ മനസ്സിലേക്ക് പതിയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, ഇനി എടുക്കുന്ന സമയത്ത് ചെയ്യാം കേട്ടോ. പിന്നെ ഇനിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷൻ ചെയ്യണത് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നതേ അത് പല രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതൊരു തെറാപ്പി മാതിരിയാണ്. നമ്മളുടെ കൺട്രോളിലല്ലാത്ത മനസ്സിനെ നമ്മുടെ വരുതിയിലേക്ക് വരുത്താൻ നമുക്കൊരു നിയന്ത്രണമൊക്കെ എന്ത് കാര്യത്തിനും നമുക്ക് മാനസികമായിട്ട് ഉള്ള ഒരു സമാധാനം സന്തോഷമൊക്കെയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ചുറ്റും കാണുന്ന കുറേ പണമോ ധൂർത്തോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെ പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് ഏറ്റവും ജീവിതത്തിൽ വേണ്ടത് സമാധാനം എന്ന് പറയുന്ന കാര്യം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ, നമുക്കെല്ലാം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലേ. മനസ്സ് ശരിയല്ലെങ്കിലാണ് നമ്മുടെ ജീവിതമേ പോക്ക. പിന്നെ നമുക്ക് എന്ത് പൈസയുണ്ട്, എന്തുണ്ട്, നമുക്ക് ചുറ്റും എന്ത് സൗകര്യങ്ങളുണ്ട് എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോളിലല്ല. നിങ്ങളുടെ മനസ്സിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടെൻഷൻസും മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ ലൈഫ് കോഞ്ഞാട്ടയായി എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം എപ്പോഴും മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് 10 മിനിറ്റ്. എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റാണ്. അതിൽ കൂടുതലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിസ്സാര കാര്യം മതി ടെൻഷൻ അടിക്കാൻ, ചെറിയ കാര്യം മതി. അപ്പോൾ എനിക്ക് ബോധമില്ലാത്ത സമയമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ടെൻഷൻ അടിച്ച് പകലിരുന്ന് കരയുന്ന, എന്തിനു വേണ്ടി കരഞ്ഞു എന്ന് പിന്നീട് ചിന്തിക്കുന്ന അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷൻ, സ്ട്രെസ്സ്, ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ്സ്. എനിക്ക് ഉറക്കം എന്ന് പറയുന്ന സാധനം എൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ട് ഞാൻ വർഷങ്ങളോളം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉറങ്ങാൻ പറ്റില്ല രാത്രി. കുറേ സമയം കഴിഞ്ഞ് ശരത്തേനൊക്കെ നല്ല കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങായിരിക്കും. ഞാൻ പക്ഷെ 3 മണി 4 മണിയൊക്കെ ആയിട്ടാണ് എപ്പോഴോ ഒന്ന് കണ്ണടഞ്ഞ് പോവും. ഇങ്ങനത്തെ അവസ്ഥയൊക്കെ എൻ്റെ ലൈഫിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിലെ സ്ട്രെസ്സ് കാരണം കൊണ്ടും പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് സംഭവിച്ചതാണ്. അപ്പം ഞാനത് തിരുത്തിയത് എനിക്ക് സ്വയം അങ്ങനെ, എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് എനിക്ക് ഉള്ള പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം നിങ്ങൾക്ക് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മനസ്സാണ്, അത്രയും മനസ്സ് സമാധാനമില്ല, സന്തോഷമില്ല, നിങ്ങൾക്ക് കരയാൻ പറ്റുന്നില്ല. ചിലർക്ക് കരയാനൊന്നും പറ്റില്ല, എത്ര സ്ട്രെസ്സും വിഷമം. കുറേയൊക്കെ നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊന്ന് ഓപ്പണായിട്ട് കരഞ്ഞ് ഉറക്കെ നിലവിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ആശ്വാസം കിട്ടുന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, മനസ്സിലായോ? അതുപോലും ചെയ്യാൻ പറ്റാതെ മനസ്സിലിട്ടിട്ടിട്ട് ഊതി വീർപ്പിച്ച് മനസ്സ് നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്ന അവസ്ഥയിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് എപ്പോഴും മനസ്സിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ള ഏറ്റവും നല്ല മാർഗം മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോഴാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോ, നമുക്ക് മനസ്സും നമുക്കപ്പോൾ നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോളിലാണ് ഇരിക്കുന്നത്, മനസ്സിലായോ? നിങ്ങളുടെ ബ്രെത്ത്, നമ്മളെടുക്കുന്ന ശ്വാസോച്ഛ്വാസമില്ലേ, ഇതിന് പോലും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു സാധാരണ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ശ്വസിക്കുന്നതും ഇൻഹേൽ ചെയ്യില്ലേ, അങ്ങനെ ശ്വസിച്ച് എന്താ പറയുക, ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നില്ലേ നമ്മൾ, അതുവരെ നമുക്ക് നമ്മുടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ വേർഡാണ്. അതൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് അത്രയും പവറുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പം മെഡിറ്റേഷനൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് വിവരിച്ചു തരാനുള്ള അറിവോ അത്രയും എനിക്ക് ചെയ്യാനുള്ള കഴിവോ എനിക്കില്ല. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നത് വെറും 10 മിനിറ്റാണ്. ഞാൻ വ്യായാമം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വ്യത്യാസമാണ്. പല സമയത്ത് പല രീതിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ നടത്തത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ അവിടെ കുറേ നമുക്ക് ജിമ്മിൽ ചെയ്യുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പോകുന്നത് ഒരു പാർക്കാണ്, ഇതിന് വേണ്ടി മാത്രമുള്ള ഒരു പാർക്കാണ്. അപ്പോൾ അവിടെ നല്ല മരങ്ങളും നല്ല എയറും നല്ല അറ്റ്മോസ്ഫിയറാണ്. ആ ഒരു ഇതിൽ കുറച്ച് നടക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല റീഫ്രഷ്ഡ് ആവും, നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും.
അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനായിട്ട് കുറേ ബെഞ്ചുകളും കുറച്ച് സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും ഞാൻ ശരത്തേൻ്റെ ഒപ്പം കിടന്ന് ഓടുന്ന ഒരാളൊന്നുമല്ല. ചില സമയത്തൊക്കെ ശരത്തേൻ്റെ കൂടെ നടക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ എന്നെ കൊണ്ട് അത്രയും സ്പീഡിലൊന്നും നടക്കാൻ പറ്റില്ല. അപ്പം ഞാനൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇതുപോലെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നതിന് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പണ്ടുണ്ടല്ലോ യോഗ ചെയ്യായിരുന്നു സ്ഥിരമായിട്ട്. ഇപ്പം ചെയ്യുന്നില്ല കേട്ടോ. കറൻ്റ്ലി യോഗ എന്ന് പറയുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യുന്നില്ല. ഞാൻ അതിന് പകരം നടത്താണ് ചെയ്യുന്നത്. നടത്തവും ബാക്കിയുള്ള എക്സസൈസാണ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു 5-10 മിനിറ്റോ ഇൻഹെയിൽ, അതായത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻഹെയിൽ ചെയ്യുന്നതും എക്സെയിൽ ചെയ്യുന്നതൊക്കെ ഈ ശ്വാസത്തിനെ നിയന്ത്രിക്കാനൊക്കെ പഠിച്ചത് ഞാൻ MBA പഠിക്കുമ്പോഴാണ് കേട്ടോ. അതായത് നമുക്ക് എല്ലാ ദിവസവും MBA പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ രാവിലെ യോഗ സെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവിടുത്തെ സാറാണ് ഞങ്ങൾക്ക്, യോഗ മാസ്റ്ററാണ് ഞങ്ങൾക്ക് ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യണതൊക്കെ പഠിപ്പിച്ച് തന്നത്. അപ്പോൾ അതെനിക്കറിയാം. അപ്പോൾ അത് നമ്മൾ 10 സെക്കൻഡ് 15 സെക്കൻഡ് ഒക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യണതൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അത് നമുക്ക് സ്ട്രെസ് ഫ്രീ ആവാനും നമുക്ക് കൂടുതൽ രക്തോട്ടം നമ്മുടെ ശരീരത്തിൽ വരാനും നമുക്ക് എന്താ പറയുക സ്വയം കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള ഒരു കഴിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യിച്ചിരുന്നത്. കാരണം MBA എന്നൊക്കെ പറയുന്നത് നല്ല സ്ട്രെസ് ഉള്ള കുറേ കാര്യങ്ങളുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ കൂടുതലും മുന്നോട്ട് പോകുന്നതോറും ജോലി ചെയ്യാനും പോകുന്നത്. അപ്പം നമുക്ക് അങ്ങനെ കുറച്ച് എന്താ പറയുക അങ്ങനത്തെ കുറച്ച് മാനസികമായിട്ടുള്ള കുറച്ച് ഒരു ബലം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പവർ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യോഗ പ്രാക്ടീസ് ഉണ്ടായിരുന്നത്. അതെനിക്ക് കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ലെങ്കിലും പിന്നെ നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും കേട്ടോ. അപ്പം അന്ന് കുറച്ചൊക്കെ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബ് ഇതൊക്കെ കണ്ട് സൂര്യ നമസ്കാരം ചെയ്യാറുണ്ടായിരുന്നു. സൂര്യ നമസ്കാരം ചെയ്യാറുണ്ടായിരുന്നു. അത് 10 ടൈംസ് 21 ടൈംസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് അത്രയും ചെയ്യാനായിട്ട് 3 വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. 3 പ്രാവശ്യം സൂര്യ നമസ്കാരം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. എനിക്ക് കൂടുതൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാനത് നിർത്തി. എനിക്ക് അതൊക്കെ നിർത്തി. അത് ഫുൾ ബോഡി എക്സസൈസ് ആണ്. അത് ഫുൾ ബോഡി എക്സസൈസ് ചെയ്യുന്നതിന് തുല്യമാണ് നമ്മൾ സൂര്യ നമസ്കാരമൊക്കെ ഒരു കുറച്ച് സമയത്തൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവാണ്. നമ്മുടെ ബോഡിയൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് വേദന, അവിടെ വേദന ഇവിടെ വേദന ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾക്ക് ഈ ഒരു എക്സസൈസ് കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ സ്ലിം ആവും നമ്മൾ നന്നായിട്ട്. പിന്നെ നന്നായിട്ട് എന്താ പറയുക എനർജറ്റിക് ആവും. ഉറക്കം തൂങ്ങിയിരിക്കുക, ഒരു ഉഷാറില്ലായ്മ, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് യോഗ ചെയ്യുന്നതിലൂടെ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റാത്തവർ യോഗ ചെയ്താൽ മതി, സൂര്യ നമസ്കാരം ചെയ്താൽ മതി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ നമ്മൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോഴേ വലിയ വാക്കാണ്, വലിയ കാര്യങ്ങളാണ്. അപ്പം അത്രയൊന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. 10 മിനിറ്റാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് ഒന്ന് രാവിലെ നമ്മൾ വാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ആ നേച്ചറിൽ ഇരുന്നിട്ട് കുറച്ച് നേരം ഞാനൊന്ന് മൈൻഡിനെ ഒന്ന് ഫ്രീ ആവാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെസ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാനായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം. പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആരെയും ശല്യമില്ലാതെ, എൻ്റെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 9-9:30 ആകുമ്പോഴേക്കും ഉറങ്ങുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ ബഹളമോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സറൗണ്ടിങ്സ് നല്ല പീസ്ഫുൾ ആയിരിക്കണം. നമ്മളെ ശല്യപ്പെടുത്താൻ ആരും വരരുത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിലല്ല നമുക്ക് ഇത് ചെയ്യണതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പം അത് കാരണം കൊണ്ട് അപ്പം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുണ്ടല്ലോ കുറച്ച് പീസ്ഫുള്ളായിട്ടിരിക്കുന്ന പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പോയിട്ട് കാര്യമുള്ളൂ കേട്ടോ. ഭയങ്കര ബഹളത്തിനകത്തോ അല്ലെങ്കിൽ ഭയങ്കര ഒരു തിക്കും തിരക്കും പിടിച്ച അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സ് എന്താ പറയുക ഇങ്ങനെ നമ്മൾ ആ മെഡിറ്റേറ്റ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് അങ്ങനത്തെ ഒരു ചുറ്റുപാട് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ശല്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പം ഞാൻ രാത്രി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിങ്ങനെ കണ്ണിന് ചുറ്റുമൊക്കെ കറുപ്പ് കളറും ഇതൊക്കെ വന്നത്. സ്ട്രെസ്സും പിന്നെ ഉറക്കക്കുറവും ഇതൊക്കെ കാരണം കൊണ്ട് വന്നിട്ടുള്ള കാര്യമാണ്. എനിക്കത് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ 10 മിനിറ്റ് രാത്രി കിടക്കുന്നതിന് മുന്നേ നമുക്ക് പല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. മ്യൂസിക് വെച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും, കിടന്നുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാം, ഇരുന്നുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാം, മണ്ണിൽ വെറുതെ
തറയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മളൊരു മാറ്റ് വിരിച്ചിട്ട് ഇരുന്നിട്ട്, തറയിൽ ഡയറക്റ്റ് ഇരിക്കാനായിട്ട് പാടില്ല, ഒരു മാറ്റ് വിരിച്ച് ഇരുന്നിട്ട് വേണം മെഡിറ്റേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇരിക്കാനായിട്ടുള്ള വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിരുന്നിട്ട് വേണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ. അപ്പം അങ്ങനെ പല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ തറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ നടുവും ഹെഡും ഇത് കഴുത്തും എല്ലാം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് കാലൊക്കെ ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കാന്ന് പറയില്ലേ, ഒരു കാലിന് മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ചമ്രം പടിഞ്ഞിരിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിന് വേറെ വല്ല വാക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ ഇരുന്നിട്ട് വേണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാനത് കിടക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒരു അലാം സെറ്റ് ചെയ്തിട്ട് വെക്കാം. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ നമുക്ക് സമയം ആയോ എന്നുള്ളൊരു ചിന്ത പോലും നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ട് പാടില്ല. നമ്മളെപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അലാം സെറ്റ് ചെയ്യുക. 10 മിനിറ്റ് 5 മിനിറ്റിൽ നിന്ന് എല്ലാ മനുഷ്യർക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 5 മിനിറ്റിൽ കൂടുതൽ ആദ്യത്തെ ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നമുക്ക് പറ്റില്ല. ഒരിക്കലും നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ വേറെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ സ്റ്റാർട്ടിങ്ങിലത്തെ പ്രശ്നങ്ങളാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ മാറ്റാൻ പറ്റും, കൺട്രോളിലേക്ക് വരുത്താനായിട്ട് പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറേ ആയി പോട്ടാ. സിമ്പിളായിട്ടുള്ള രീതിയിലുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ. കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് വീഡിയോ ഒക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ ഒരു ഉറക്കക്കുറവ്, പിന്നെ സ്ട്രെസ്സ്, പിന്നെ എൻ്റെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയില്ലേ, ഭയങ്കര ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അതൊക്കെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ, നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ കേന്ദ്രമായിരുന്നു എൻ്റെ തല. ഓക്കെ, അതൊക്കെ ഞാൻ മാറ്റിയെടുത്തത് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലൂടെയാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഈ നമ്മുടെ ശരീരം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ. പണ്ടല്ലായിരുന്നു, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അത് ഞാൻ നിർത്തി. കുറച്ച് സമയം എനിക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള, നല്ല ഹാപ്പി ആയിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഹാപ്പി ആയിട്ടാണ് ഉറങ്ങുന്നത്. അത് എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഈ പ്രസൻറ്റിൽ ജീവിക്കാനായിട്ട്, പ്രസൻറ്റ് ടൈമിൽ ജീവിക്കാനായിട്ട് പറ്റിയാൽ നമ്മൾ സക്സസ്ഫുള്ളാണ്. നമ്മൾ പാസ്റ്റിനെ പറ്റി ആലോചിക്കുന്നു, ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് ടെൻഷനാവുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ, പാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഈ കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചിട്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. വെറുതെ സ്ട്രെസ്ഫുള്ളാവാം, മനസ്സുകൊണ്ട് വിഷമിക്കാം, കുറേ ഇരുന്ന് കരയാം, മോങ്ങാം എന്നല്ലാണ്ട് പാസ്റ്റിനെ പറ്റി ഇരുന്ന് ആലോചിച്ചിട്ട് നമുക്കൊന്നും തിരുത്താൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും, അത് നമുക്ക് തിരുത്താം. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തിനെ നമുക്ക് ഒരിക്കലും ഇനി സംഭവിച്ചില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ എന്താ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നാളെ നമ്മൾ രാവിലെ എണീറ്റ് കണ്ണ് തുറക്കുമോ എന്ന് പോലും ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നാളെയാണ്. നാളെ സംഭവിക്കാനുള്ളത് നാളെ സംഭവിച്ചിരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ഇതില്ല ചെയ്ത് വെച്ചാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഒരു പരിധിക്കപ്പുറം ചിന്തിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ ദിവസം സന്തോഷമായിട്ട് മുന്നോട്ട് പോയോ? ഇന്നത്തെ ദിവസം നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇത്രയും ചിന്തിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അവരുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കും. ഈ മൊമെൻറ്റിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ കുറച്ച് സ്ട്രെസ്ഫുള്ള് ആയിട്ടുള്ള ലൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ നോക്കുക. നമുക്ക് ഒരിക്കലും ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല. എല്ലാ കാര്യത്തിനെയും നമുക്കൊരു കൺട്രോളിൽ വരുത്താൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സമയം നമുക്ക് വേണ്ടി ജീവിച്ചേ പറ്റൂ. നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അല്ലാണ്ട് ജോലി ഭാരം മുഴുവൻ തലയിൽ വെക്കുന്നു, കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ തലയിൽ വെക്കുന്നു, ആവശ്യമില്ലാത്തത് മുഴുവൻ തലയിലേക്ക് കയറ്റി കൊണ്ടുവരുന്നു, അതുവഴി മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നു. എന്ത് ഗുണം? ഒരു ഗുണവുമില്ല. അപ്പോൾ അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. പിന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം, യോഗ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഞാൻ എന്നെ സന്തോഷിപ്പിക്കാൻ ചെയ്യുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ചെടിത്തോട്ടം എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ ചാനൽ
എനിക്ക് ഏറ്റവും സന്തോഷം സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഞാനൊരു ജോലി ചെയ്യുന്ന സ്ഥലത്തിനേക്കാൾ എനിക്ക് കംഫർട്ടബിൾ ആണ്. എനിക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാലറി കിട്ടുന്ന പോലെയൊന്നും എനിക്ക് നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുന്നൊന്നുമില്ല. എനിക്കത് ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ ഒക്കെ ആയിരിക്കും എനിക്കതിൽ നിന്ന് പൈസ കിട്ടുന്നത്. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ആ എമൗണ്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെങ്കിലും അത് കിട്ടാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഈ വ്ളോഗിങ് ചാനൽ ചെയ്യുന്നത്. ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് എൻ്റെ സന്തോഷമാണ്. ഞാൻ ഹാപ്പിയാണ് വ്ളോഗ്സ് ചെയ്യുന്നതിൽ. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ വ്ളോഗ്സ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഇതും ഒരു ജോലിയാണ്. ആക്ച്വലി ഇതൊരു ജോലിയാണ്. അപ്പം അതിനൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ രണ്ടും ഉണ്ട്. എനിക്ക് സന്തോഷവും കിട്ടുന്നുണ്ട്, വരുമാനവും കിട്ടുന്നുണ്ട്. മന്ത്ലി ബേസിലല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു എമൗണ്ട് കിട്ടാറുണ്ട് കേട്ടോ. ചെറുതാണെങ്കിലും ഒരു തുക എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കിപ്പോൾ ആ ഒരു തുക കിട്ടിയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്താ പറയുക, ശരത്തേണ്ണാണെങ്കിലും നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം എനിക്ക് അങ്ങനെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാവരുടെ അവസ്ഥ അങ്ങനെ ആയിക്കൊള്ളണം എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പറ്റാവുന്ന ഒരു ജോലി നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ബേസിസിൽ ബിസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വീട്ടമ്മയാകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താം. വീട്ടിലിരുന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളെ ഹാപ്പി ആയിട്ടിരുത്തുക. നിങ്ങളൊരു ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ബുക്ക് വായിച്ചോളൂ. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, കഴിവുകൾ, പെയിൻറ്റ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കുക. അതൊക്കെ നിങ്ങൾ എന്തിരിക്കുന്നു, എല്ലാ മനുഷ്യരും കഴിവുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് കഴിവുണ്ടായിരിക്കും. അത് കണ്ടെത്തി അതിനെ ഒന്ന് പരിപോഷിപ്പിച്ച് അതിനെ ഒന്ന് എന്താ പറയുക, പൊടി തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും, നിങ്ങൾ ഹാപ്പി ആയിരിക്കും, നിങ്ങൾ ബിസി ആയിരിക്കും. വേറെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. സമയം വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വെറുതെ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഈ കൊണ്ടുവരുന്നത്. അതില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇതിനെ പറ്റിയൊന്നും ചിന്തിക്കാൻ തന്നെ സമയം കാണില്ല. പിന്നെ എല്ലാ കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. കുറേ ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ചുറ്റുപാടും കൂടുതൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ ശ്രദ്ധ വയ്ക്കുമ്പോഴാണ് അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അവരും ഇവരുടെ ഇഷ്ടത്തിനൊന്നും ജീവിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതമേ അല്ല ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ദോഷങ്ങളില്ലാണ്ട് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷങ്ങൾ വരുത്തി വെക്കാനുള്ള വഴി നമ്മളായിട്ട് ചെയ്യാണ്ടിരിക്കുക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാതെ ജീവിക്കുക, ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവുക, അത്രയും. പിന്നെ അഭിപ്രായങ്ങൾ പലർക്കും പലതരമായിരിക്കും. ഇതിപ്പോൾ നമ്മളെ പറ്റിയെന്നല്ല, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെ പറ്റിയിട്ടും പലരും പറയും. അതൊന്നും കേട്ട് അതെല്ലാം എടുത്ത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് സ്വയം സമാധാനം ഇല്ലാണ്ടാക്കി അതിൻ്റെ ദോഷം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഈ പറയുന്നവരെ പറഞ്ഞിട്ട് അടുത്ത ആളെടുത്ത് നെക്കട്ടിക്ക് കയറാനായിട്ട് പോകും. ഇത് എടുത്തു വെക്കുന്നത് എവിടെയാണ്? നമ്മുടെ മനസ്സിൽ, തലച്ചോറിൽ ഒക്കെ എടുത്തു വെച്ചിട്ട് അതിനെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നമ്മളെ സ്വയം കേടുവരുത്തും. ഇതൊക്കെ ഒഴിവാക്കുക, എന്താ പറയുക, ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക. അതായിരിക്കും നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കരുണ എന്ന് പറയില്ലേ. നമ്മുടെ ജീവിതത്തിനോട് നമ്മൾ കുറച്ച് കരുണ കാണിക്കണം. അതായത് നമ്മുടെ മനസ്സിനെ കുറച്ച് സമാധാനം, സന്തോഷം കൊടുക്കണം. അപ്പം അതിനെന്താ ചെയ്യാൻ പറ്റുക? ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുക. പിന്നെ അത്രയും നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പ്രതികരിക്കാൻ പഠിക്കുക. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. ഇങ്ങനത്തെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അധികം ആൾക്കാരൊന്നും നിങ്ങളുടെ അടുത്ത് കളിക്കാനൊന്നും നിൽക്കില്ല. അപ്പോൾ പറഞ്ഞ് നമ്മൾ കാട് കയറാൻ തുടങ്ങി. കുറേ നമ്മൾ സംസാരിച്ചു. ഇനി മെഡിറ്റേഷനെ പറ്റി മാത്രം സിമ്പിളായിട്ട്, ഞാൻ എന്ത് കാര്യം സിമ്പിളായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ മെഡിറ്റേഷനെ പറ്റിയിട്ട് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. ഞാൻ അതൊരു ചെറിയ വ്ളോഗായിട്ട് ചെയ്യാം. വളരെ ചെറിയ വ്ളോഗായിരിക്കും. കാരണം ഞാൻ വെറും 10 മിനിറ്റ് മാത്രം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരാൻ എനിക്ക് പറ്റും കേട്ടോ. അല്ലാണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല. ഞാൻ എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ, എൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ, എൻ്റെ ഉറക്കം ശരിയാവാൻ, പിന്നെ ഞാൻ നന്നായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. അതൊക്കെ കുട്ടികളെ വെറുതെ വഴക്കൊക്കെ പറയുമായിരുന്നു, ശരത്തേട്ടനെയൊക്കെ. അങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്ന് ആങ്സൈറ്റി ഇഷ്യൂസൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ഞാൻ ചെയ്യാറൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ യോഗയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് ആ ഒരു രീതി എങ്ങനെയാണ്, ചെറിയ രീതിയിൽ ഒരു ധ്യാനം അങ്ങനെ ഒക്കെ നമുക്ക് അറിയായിരുന്നു. ഓക്കെ,
അത്രമാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ. അല്ലാണ്ട് കൂടുതൽ ഞാൻ ഇതിനകത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് കൂടുതൽ ഇതൊന്നും ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 10 മിനിറ്റിൻ്റെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അതുവഴി എനിക്ക് കുറച്ച് കൺട്രോളിൽ വരുത്താൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഉറക്കമൊക്കെ ശരിയായി, എൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തേക്കാം. പിന്നെ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ താലി ചെയിൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വല്ലപ്പോഴും ഇടുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്നുള്ളത് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, പല ആളുകൾ പല തരത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ താലി ചെയിൻ നമ്മുടെ കഴുത്തിൽ കിടന്നത് കൊണ്ടോ നമ്മൾ സിന്ദൂരം നെറ്റിയിൽ അണിയിച്ചത് കൊണ്ടോ നമ്മൾ എന്താ പറയുക 100% ജെനുവിൻ ആണ് എന്നൊന്നും അതിനർത്ഥമില്ല. ഇതെല്ലാം ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു പവിത്രത എന്ന് പറയുന്നത് എപ്പോഴും അൾട്ടിമേറ്റ്ലി നമ്മുടെ മനസ്സിലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കുക. പിന്നെ എല്ലാവരും ഇപ്പോൾ നാട്ടിലെന്നൊക്കെ പറഞ്ഞ വലിയ ചെയിനുമേ ഇങ്ങനെ താലിയിടുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ചെയിനൊന്നും ആരും യൂസ് ചെയ്യില്ല. ഒരുവിധപ്പെട്ട എല്ലാവരും മാനിക്കുന്ന മാലകളും കമ്മലുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ പോലും എന്നെ ശരത്തേട്ടൻ കഴുത്തിൽ അണിയിച്ചിട്ടുള്ള ചെയിൻ, താലി ഇത് തന്നെയാണ്, പക്ഷെ ചെയിൻ എന്ന് പറയുന്നത് വലിയ ചെയിനായിരുന്നു. അപ്പോൾ ആ ഒരു ചെയിൻ എനിക്ക് ഇവിടെ ഇടാൻ ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട്, പിന്നെ നമ്മളിവിടെ ഒറ്റയ്ക്കൊക്കെ അല്ലേ താമസിക്കുന്നത്, അത്ര വലിയ ഇപ്പോൾ 8 പവൻ്റെയും 10 പവൻ്റെയും മാലയൊക്കെ ഇവിടെ ഇട്ടിട്ട് നിന്നാൽ നമുക്ക് അപകടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ അത് ലോക്കറിൽ ഊരി വെച്ചിട്ട് താലി മാത്രം എടുത്ത് ഈ ചെറിയ ചെയിനിൻ്റെ മേലെ ഇട്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പം ഞാൻ കറൻ്റിൽ ഉപയോഗിക്കുന്ന താലി ചെയിൻ. അപ്പോൾ അത് എൻ്റെ ഇഷ്ടമാണല്ലേ. അതേപോലെ ഇതിടണോ കുങ്കുമം ഇടണോ എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ലെറ്റ് ദം ഡു. നമുക്ക് അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. അവരുടെ മനസ്സുകൊണ്ട് അവർ സ്വീകരിച്ചിട്ടുള്ള ആളാണ് അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവർ അതിനെ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ മനസ്സ് പോലെ ഇരിക്കും. ഇത് ഇട്ടുകൊണ്ടോ എന്താ പറയുക കുങ്കുമം ഇട്ടുകൊണ്ടോ അതങ്ങനെ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. പരസ്പരം ചതിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ ദമ്പതികളുണ്ട് അല്ലേ. അപ്പം നമുക്കതൊന്നും അവർ പുറമെ അവർ നല്ല സൂപ്പർ ഹാപ്പി സൂപ്പർ നല്ല കപ്പിൾസ് ഒക്കെ ആണെങ്കിലും മാനസികമായിട്ട് യോജിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പം നമ്മളതൊക്കെ ഇട്ട് നടക്കുന്നില്ല, വല്ല അർത്ഥമുണ്ടോ? ഒന്നിലും അർത്ഥമൊന്നുമില്ല. പിന്നെ അതൊക്കെ നമ്മളൊരു സന്തോഷം ഒരു എന്താ പറയുക അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മൾ പരമാവധി മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഇത് വ്രതത്തിൻ്റെ സമയമായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സപ്പോസ് ഇടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു ദിവസം ഒന്ന് ഇട്ടേക്കുക എന്നുള്ളത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ ചെയ്യേണ്ടിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഞാനിപ്പോൾ എല്ലാ സമയത്തും കുങ്കുമം ഇട്ട് നിങ്ങൾ കാണാറുണ്ടോ? ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുങ്കുമം എടുത്ത് നെറ്റിലിടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക കുങ്കുമം മായുന്നതിനനുസരിച്ച് റിപ്പീറ്റ് അടിച്ച് ഞാൻ നെറ്റിയിൽ കുങ്കുമം ഇടാറില്ല. എൻ്റെ കുളി കഴിയുമ്പോൾ ഞാൻ എടുത്തിടുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ പല വീഡിയോസിലും ഞാൻ കുങ്കുമം ഇട്ടുള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ എപ്പോഴും ഉപയോഗിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കുളി കഴിയുമ്പോൾ എടുത്ത് തൊടും എന്നല്ലാതെ അത് തന്നെ ആലോചിച്ച് ഞാൻ ഇരിക്കാറില്ല. ഞാനും മാലകളൊക്കെ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ ചില സമയത്ത് ചെറിയ മാല എടുത്തിടും, ചില സമയത്ത് എൻ്റെ കഴുത്തിൽ ഇതുണ്ടായിരിക്കും. ഇപ്പം രണ്ടും കൂടിയിട്ട് ഉപയോഗിക്കാറും ഉണ്ട്. പല തരത്തിലാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. വ്രതം എടുക്കുന്ന ദിവസം താലി ചെയിൻ ഇട്ടോളോ നിങ്ങൾ, അതായത് നിങ്ങളെ സുമംഗലിയായിട്ട് എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ ഇരുന്നോളാം ഞാനൊന്ന് പറഞ്ഞതാണ് കേട്ടോ. ഭഗവാന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് ചാർത്തി തന്ന താലിയും കുങ്കുമൊക്കെ ഇരിക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് അത് അങ്ങനെ തന്നെ ചെയ്തോളണം എന്നൊന്നും ഇല്ല കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അയാൾ അങ്ങനെയാണ്, ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ നമ്മൾ കുറേ മറ്റുള്ളവരെ തിരുത്താൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് അവരുടെ വെറുപ്പ് മാനിക്കാം എന്നല്ലാതെ നമ്മൾ കുറേ ആൾക്കാരെ ഉപദേശിക്കാനും, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ചിലരുടെ വ്ളോഗ്സ് കാണുമ്പോൾ, അപ്പോൾ ഒരു സാധാരണ സ്ത്രീ ആയിരിക്കും, ഞാനൊക്കെ എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. ചിലപ്പോൾ എൻ്റെ ഒരു ചെറിയ വാക്കിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടിയേക്കാം, ചെറിയൊരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇതിനായിട്ട് പഠിച്ചിട്ടുള്ള എന്താ പറയുക ഇതിനെപ്പറ്റി കൂടുതൽ മനുഷ്യരുടെ മനസ്സിനെ പറ്റി പഠിച്ചിട്ടുള്ള ഒരാളൊന്നല്ല.
ചിലർക്ക് ചെറിയ ചെറിയ വാക്കുകൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെ ചെറിയൊരു വിഷമത്തിൽ നിന്ന് മാറ്റാൻ, അല്ലെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ, ചെറിയൊരു മടിയിൽ നിന്ന് നമ്മളെ തിരിച്ച് ഒന്ന് എന്താ പറയുക, ആ മടിയൊക്കെ ഒന്ന് മാറി അതൊക്കെ ഒന്ന് ശരിയാക്കാൻ, നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങൾ, നമുക്ക് ആഗ്രഹമുള്ള ചില കാര്യങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ, അതിനൊക്കെ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഇതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒന്നുമില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ആരുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാത്ത ഒരാളാണ്. ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. ഞാൻ അങ്ങോട്ടേക്ക് കുത്തി കുത്തി ചോദ്യങ്ങളും ചോദിക്കാറില്ല, ഒന്നുമില്ല. ആരെങ്കിലുമൊക്കെ ഇപ്പം എന്നോട് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേൾക്കും, പറ്റാവുന്ന ഹെൽപ്പ് ചെയ്യും എന്നല്ലാതെ ഞാൻ ആരുടെയും പോയിട്ട് തോണ്ടി മാന്തി ഇരിക്കാനായിട്ട് പോകാറില്ല കേട്ടോ. എങ്ങനെയാണോ അയാൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനാണ് ഞാൻ പഠിക്കുന്നതും പഠിച്ചിട്ടുള്ളതും ഇപ്പോൾ ശ്രമിക്കുന്നതും അതിനു വേണ്ടി മാത്രമാണ്. അയാൾ അങ്ങനെയാണെങ്കിൽ അയാൾ അങ്ങനെ ഇരിക്കട്ടെ, അയാൾ അങ്ങനെ ഇരിക്കുന്നതാണ് അയാൾക്ക് സന്തോഷമെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യട്ടെ എന്നേ ഞാൻ കരുതാറുള്ളൂ. അല്ലാതെ ഒരാളെയും കൺട്രോളിൽ വരുത്താനോ ഒരാളെയും കൂടുതൽ ഉപദേശിക്കാൻ പോവാനോ ഒരാളുടെയും കൂടുതൽ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാനോ ഞാൻ പോവാറില്ല. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോവുക, ആർക്കും ഉപദ്രവം ഇല്ലാണ്ടിരിക്കുക നമ്മളെ കൊണ്ട്, അത്രേ ഉദ്ദേശിച്ചാൽ മതി. പിന്നെ മനഃപൂർവ്വമല്ലാത്ത എന്താ പറയുക, മനഃപൂർവ്വം ദോഷങ്ങൾ ചെയ്യാണ്ടിരിക്കുക. മനഃപൂർവ്വം ഒരാളെ എന്താ പറയുക, പർപ്പസ്ഫുള്ളി നമ്മൾ ഒരാളെ ഹർട്ട് ചെയ്യാനോ ഉപദ്രവിക്കാനോ പോവാണ്ടിരിക്കുക, അതൊക്കെയാണ് തെറ്റ് എന്ന് പറയുന്നത്. അറിയാണ്ട് സംഭവിക്കുന്നതൊക്കെ എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നതാണ്. ഒരു കൊതുക് നമ്മുടെ മേത്ത് വന്നിരുന്ന് നമ്മൾ അതിനെ പെട്ടെന്ന് ഇങ്ങനെ അടിക്കില്ലേ, ചിലപ്പോൾ അത് ചത്തുപോവല്ലേ, ചിലപ്പോൾ അത് ചത്തുപോയിട്ടുണ്ടാവും. അതിപ്പോൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? കൊതു വന്നിരുന്നു എന്നാൽ തല്ലി കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. അപ്പം അതുപോലെ ചെറിയ തെറ്റുകൾ, പിന്നെ അയ്യോ ഞാനൊരു കൊതുകിനെ കൊന്നേ, അല്ലെങ്കിൽ അയ്യോ ഞാൻ നടന്നു പോകുമ്പോൾ മണ്ണിൽ ചെറിയ ചെറിയ ജീവികളുണ്ട്, ചിലപ്പോൾ നമ്മൾ അതിനെ ചവിട്ടി അരച്ചിട്ടാവും പോകുന്നുണ്ടാവുക, അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യാണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് കരുതി ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരാളും തെറ്റ് ചെയ്യുന്നില്ല എന്നൊന്നല്ല. എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളും ഉണ്ട്, ശരികളും ഉണ്ട്. നമ്മുടെ ശരി വേറൊരാൾക്ക് തെറ്റായിരിക്കാം, അയാളുടെ ശരി നമുക്ക് ചിലപ്പോൾ തെറ്റായിട്ട് ഫീൽ ചെയ്യും. കൂടുതൽ ചകയാൻ പോവാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഓർ ലെറ്റ് ദം ഡു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അർത്ഥം അവരവരുടെ ഇഷ്ടപ്രകാരം അങ്ങ് ചെയ്യട്ടെ, അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും എല്ലാവരും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ മറുപടി തന്നേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്ന ഈ ഒരു സംശയങ്ങളുടെയൊക്കെ ഒരുവിധമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ എൻ്റെ ഭാഷാ ശൈലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഞാൻ എൻ്റെ നാട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത്, എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത്, അതേപോലെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തും സംസാരിക്കുന്നത്. ഇതിനകത്ത് ഒരു ആക്ടിങ്ങോ ഒരു തരത്തിലുള്ള ഡ്രാമറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ മുന്നിൽ ഒരാളിരുന്ന് എങ്ങനെ ഒരാളോട് ഞാൻ സംസാരിക്കും അതേപോലെ തന്നെയാണ് ഞാൻ ഈ ഫോണിൽ കൂടെ നിങ്ങളുടെ അടുത്ത് ഞാൻ വീഡിയോ എടുക്കുമ്പോഴും സംസാരിക്കുന്നത്. എൻ്റെ മുന്നിൽ ഒരാളുണ്ട്, ഞാൻ ഒരാളോട് സംസാരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ്, ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അത് നമ്മുടെ അവിടുത്തെ രീതിയാണ് എന്നുള്ളത് മാത്രം. സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, എനിക്ക് അത്രയും മതി. എന്നെക്കൊണ്ട് ഒരു ചെറിയ ഉപകാരം നിങ്ങൾക്ക്, ചെറിയ വളരെ 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 ചെറിയൊരു മോട്ടിവേഷൻ, ചെറിയൊരു ഉണർത്തൽ, നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കാര്യം ആ ചേച്ചി ചെയ്യുന്നത് കണ്ടപ്പം എനിക്കും ചെയ്യാൻ തോന്നി, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. എനിക്കിപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുന്ന ഒരേ ഒരു ബെനിഫിറ്റ് അത് മാത്രമാണ് കേട്ടോ. നിങ്ങളെ കുറച്ചെങ്കിലും ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു ചെറിയ മോട്ടിവേഷൻ തരാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പം കണക്കാക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ വാക്കുകളിലോ എൻ്റെ ഞാൻ പറയുന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. എനിക്ക് പറ്റാവുന്ന അത്ര ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങളൊന്നും നമ്മൾ എന്താ പറയുക, ശീലിച്ചതേ പാലിക്കുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെ അത്രയും റോങ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ തിരുത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വ്ളോഗിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ പറയാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ കമൻസാണ് എനിക്കുള്ളൊരു പ്രചോദനം മുന്നോട്ട് പോകാനായിട്ട്, വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും
ബായ്.